ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇന്ന് ഒരു ഈവനിങ് ഡേ ഔട്ട് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മെയിൻലി ഷോപ്പിംഗ് ആണ്. നമുക്ക് വീട്ടിലേക്കുള്ള കുറച്ച് ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങാനുണ്ട്. പിന്നെ എൻ്റെ ഫോട്ടോ എടുക്കണ ആവശ്യമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ രാത്രി പുറത്തുനിന്ന് ഫുഡും കഴിച്ചിട്ട് വന്നു. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇൻവോൾവ് ആക്കിയിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതേ ഫസ്റ്റ് തന്നെ ഈ ഒരു ദിക്ര സ്റ്റുഡിയോ ഉണ്ട് ദിഗ്ദാഗയിലുള്ള നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ അവിടേക്ക് വന്ന് എൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേ ഫോട്ടോ എടുക്കൽ പരിപാടിയിലാണ്. അപ്പോൾ റൂമോളെ കണ്ടപ്പോൾ അയാൾ കളിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ ഷോപ്പിങ്ങിന് പോണത്. സാധാരണ നമ്മൾ എപ്പോഴും പോവുക നെസ്റ്റോയിൽക്കാണല്ലോ. അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ച് അവിടെ നെയിം മോളിലുള്ള എവറിഡേ സെൻറ്ററിലേക്കാണ് പോണത്. അപ്പോൾ ഒരുപാട് പേരായി സജസ്റ്റ് ചെയ്യാണ് ഇനി സാധനങ്ങളൊക്കെ വാങ്ങുമ്പം അവിടെ ഒന്ന് പോയി നോക്കി നോക്ക്, ഒരുപാട് നല്ല ഓഫേഴ്സൊക്കെ ഉണ്ട്, നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാച്ചിട്ട് വന്നതാണ് കേട്ടോ. ഇതിന് മുന്നേ നമ്മൾ നെയിം മോളിൽ വരുമ്പം 1-2 കാറുണ്ടാവും ഈ ഒരു ഭാഗത്ത്. അത്രയും ആൾക്കാരില്ലാത്ത ഒരു മോളായിരുന്നു കേട്ടോ. ഈ ഒരു എവറിഡേ സെൻറ്റർ വന്നപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കായി. പാർക്കിംഗ് ഒക്കെ ഏകദേശം ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എവറിഡേ സെൻറ്റർ. ഞങ്ങളിത് ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. എല്ലാവരും എപ്പോഴും പറയും ഇവിടെ പോയി നോക്ക് അടിപൊളിയാണെന്നൊക്കെ. പക്ഷെ ഞങ്ങൾ ഇതുവരെയും വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മളെപ്പോഴും പോയി കഴിഞ്ഞാൽ പിന്നെ നേരെ നെസ്റ്റോയിൽക്കാണ് വിടൽ. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം എന്ന് പറയുമ്പോൾ ഫുൾ നമ്മളുടെ ഗാർമെൻറ്റ്സും സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ താഴോട്ട് വന്നപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ സാദിയയുടെ ചിക്കൻ ഷവർമ കണ്ടിട്ടാ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫില്ലിംഗ് ആണ് ഇവിടെ ഫ്രോസൺ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് കണ്ടത്. വാങ്ങിച്ചൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ നോക്കിയുള്ളൂ. കണ്ടപ്പോൾ അങ്ങനെ വാങ്ങാൻ തോന്നില്ല. അതിന് നല്ല നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാമല്ലോ. പിന്നെ ഇവിടെ ഒരുപാട് ടോയ്സ് ഉള്ള ഭാഗത്തൊക്കെ വന്നപ്പോൾ പിന്നെ റുവ ബേബിനായിട്ട് കുറച്ച് നേരം ടോയ്സ് ആയിട്ടൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് അത് കളിക്കായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് വേണ്ടിയ ഒരുവിധ ഐറ്റംസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അവിടെ ബിസ്ക്കറ്റിനൊക്കെ ഭയങ്കര ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ കുറച്ച് ഐറ്റംസും വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ബില്ല് ചെയ്യുന്നിടത്തും അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഇക്കു അവിടെ ബില്ല് ചെയ്ത് വരുമ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിരിക്കാന്ന് വിചാരിച്ചിട്ട് ഞാനും റൂമോളും കൂടി നടന്നു വന്നിട്ട് ഇവിടെ ഇരിക്കാണ് കേട്ടോ. ഇക്കുവിനെ വെയിറ്റ് ചെയ്തിട്ട്.
അപ്പോൾ നമ്മൾ നെയിം മോളിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ രാത്രിക്കൽക്കുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നെസ്റ്റോടെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ് കറമൽ ഷാം. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ മുമ്പ് ഷവർമ്മ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതായത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷവർമ്മ ആയിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അവിടുന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അങ്ങനെ ഞാൻ ചിക്കൻ ഷവർമ്മയും ലാമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രണ്ടും ഇതേ വന്നിട്ടുണ്ട്. ഞാൻ ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ രണ്ടിലും ഇങ്ങനെ എഴുതിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഞങ്ങളത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. അങ്ങനെ ഞാനത് കൊടുത്തിട്ട് ചേഞ്ച് ആക്കിയിട്ടാണ്. അതിൻ്റെ കൂടെ ദേ ഈ 2 ഉപ്പിലിട്ട ഐറ്റംസും വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സ്പൈസിയാണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. നോക്കുമ്പോൾ അന്ന് നോർമലാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് നോർമലാണ് നല്ലതെന്ന് തോന്നുന്നുണ്ട്. സ്പൈസി വാങ്ങിച്ചപ്പോൾ അവർ സ്പൈസി ആക്കിയല്ല ചെയ്തത്. ഒരു സോസൊക്കെ കൂടുതലാക്കിയിട്ട് ഒരു സോസി ടേസ്റ്റാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളതെല്ലാം കഴിച്ച് തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു കുട്ടി ഈവനിങ് ഡേ ഔട്ട് വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.